ഹലോ ഹായ് നമസ്തേ നമസ്കാരം. പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഈ ഒരു സ്റ്റൂ പല രീതികളിൽ തയ്യാറാക്കുമ്പോൾ പല രുചികളിലായിരിക്കും നമ്മളത് ആസ്വദിക്കുന്നത്. എന്നാൽ അമ്മയുടെ ഈ ഒരു പൊട്ടറ്റോ സ്റ്റൂ വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെയധികം രുചികരവുമാണ്. അമ്മ ഇത് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് കണ്ടിട്ട് മടങ്ങി വരാം. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ പൊട്ടറ്റോ സ്റ്റൂവിലേക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം പീസ് ഇഞ്ചി, അത് ഇതുപോലെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ നമുക്ക് ചേർക്കാം. കൂടാതെ ഒരു 4 പച്ചമുളക് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, അത് ഇതുപോലെ ഒരു സൈസിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കങ്ങ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ടൊരു 2 സവോള, അത് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു 6 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അധികം മസാലയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു സ്റ്റൂ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 6 കുരുമുളക് മുഴുവനായിട്ടുള്ളത്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്നങ്ങ് ചെറുതായിട്ട് വഴണ്ടി വന്നോട്ടെ. കൂടുതൽ വഴണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് ഇത്രയും മതിയാകും. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാം കറക്റ്റാണ്. ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം, എന്താണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ഒക്കെ ആകുമ്പം അതിലേക്ക് ഉപ്പ് നല്ലവണ്ണം വലിച്ചെടുക്കും. അപ്പം അവസാനം നമ്മൾ ഒന്നും കൂടി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ച ശേഷം 1 കപ്പ് ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 1 ടീസ്പൂൺ കോൺഫ്ലവർ, അതൊരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് കലക്കിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലവർ കൂടി ചേർക്കുമ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് അത് എത്തിച്ചേരും. കോൺഫ്ലവർ ഒട്ടും കൂടി പോകാൻ പാടില്ല കേട്ടോ, 1 ടീസ്പൂൺ മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കും. ഇനി ഒന്ന് എല്ലാം കൂടി ഒന്ന് ചൂടായി വരട്ടെ. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പാലൊക്കെ ഒഴിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇതിനി നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇരുന്ന് കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്നങ്ങ് പൊട്ടി വന്നാൽ ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉലുവ നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ സ്റ്റൂവിന് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 ഇതുപോലെയുള്ള വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് എല്ലാം കൂടി ഒന്നങ്ങ് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് മുളക് പൊടി വേണമെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട്. ഇതിനി ചൂടോടുകൂടി തന്നെ നമ്മുടെ സ്റ്റൂവിൻ്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി താല്പര്യമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ചോപ്പ് ചെയ്തത് കൂടി എൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഞാൻ പറഞ്ഞില്ലേ, കോൺഫ്ലവറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ചേരും. ഇപ്പോൾ കണ്ടില്ലേ, ആ കോൺഫ്ലവറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അടച്ചു വെച്ചപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ അങ്ങ് തിക്കുമല്ല, എന്നാൽ വളരെ അങ്ങ് ലൂസായിട്ടും അല്ല ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ സ്റ്റൂ ഇരിക്കുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിലധികം മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. മല്ലിപ്പൊടിയില്ല, ഗരം മസാല അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ലൈറ്റ് ഫ്ലേവറിലുള്ള ഒരു പൊട്ടാറ്റോ സ്റ്റൂ ആണിത്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് സ്റ്റൂ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി, പത്തിരി അല്ലെങ്കിൽ പൂരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതല്ല ചോറിൻ്റെ കൂടെ താല്പര്യമുള്ളവർക്കും കഴിക്കാൻ നല്ല ഒരു സ്റ്റൂ ആണിത്. ഉറപ്പായും ഈ വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റൂ നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ കൂടി അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.